6 ദേശീയ സമിതി അംഗങ്ങളെയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. പി സി ജോർജ്, പത്മജ വേണുഗോപാൽ തുടങ്ങിയവരെ ദേശീയ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, അങ്ങനെ ബിജെപിക്ക് പുതിയ മുഖം, പുതിയ നേതാവ് ആരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ? എങ്ങനെയാണ് വിവരങ്ങൾ? ബിജെപിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായിരുന്ന പ്രഹ്ലാദ് ജോഷി, അതോടൊപ്പം തന്നെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, ബിജെപിയുടെ കോർ കമ്മിറ്റി അംഗങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ, അതോടൊപ്പം ഇന്ന് ചുമതലയേറ്റെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അടക്കം എല്ലാ നേതാക്കളും ഇന്ന് സന്നിഹിതരായിരുന്നു. ബിജെപിയുടെ സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ ഒന്നാകെ ഈ പരിപാടി വീക്ഷിക്കുവാനും എത്തി. 11:30 ശേഷം കേന്ദ്രമന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷി രാജീവ് ചന്ദ്രശേഖറിനെ ഔദ്യോഗികമായി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. തുടർന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ സംസാരിച്ചു. കേരളം ബിജെപിക്ക് ബാലികേറാമലയല്ലെന്നും ബിജെപി വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസംഗമായിരുന്നു ശ്രദ്ധേയം. നോക്കുകൂലിയുള്ള കേരളമല്ല വേണ്ടത്, വികസനമുള്ള കേരളമാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ അധികാരം പിടിച്ചു മാത്രമേ കേരളം വിടൂ എന്ന് അദ്ദേഹം ശപഥം ചെയ്യാനും ആ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. അതേസമയം സുരേഷ് ഗോപി പറഞ്ഞത് സൈദ്ധാന്തികമായി വലിയ വിപ്ലവം കേരളത്തിൽ ബിജെപി കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്, നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. അങ്ങനെ ആകെ മൊത്തത്തിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം മാത്രം ബിജെപി വേദികളിൽ കേട്ട് ശീലിച്ചെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കി നിലവിൽ വികസനത്തിന്റേതായ ശബ്ദം മാത്രമാണ് ഇന്ന് കേട്ടത്. കേരളത്തിന് എന്ത് നൽകാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമാണ് സംസാരിച്ച നേതാക്കൾ എല്ലാവരും തന്നെ സംസാരിക്കുകയും ചെയ്തത്. വളരെ കൃത്യമായി ബിജെപിയുടെ അവരുടെ ഒരു ഗതിമാറ്റം ഇതിൽ പ്രകടമാണ്. പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് വികസനം ചർച്ച ചെയ്യാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നു. അതിന് പറ്റിയ മുഖമായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റെടുത്തിരിക്കുന്നു. മറ്റൊന്ന് വികസനത്തിന് പറ്റിയ മുഖമായി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.